ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മസ്കറ്റിൽ അശ്രദ്ധമായി വാഹനമോടിച്ചതിനും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിനും 20 പേരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ബോഷറിലെയും സീബിലെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസിന്റെ സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയത്. അശ്രദ്ധമായ ഡ്രൈവിംഗ്, അമിതമായ ശബ്ദം, പൊതുജന ശല്യം എന്നിവയെ തുടർന്നായിരുന്നു നടപടി. വാഹനങ്ങൾ പിടിച്ചെടുത്തു. നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക്ക് വിലായത്തിൽ ഒരു പൗരന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ റെഡ് ഫോക്സിനെ കാട്ടിലേക്ക് മാറ്റിയതായി അധികൃതർ. ഒമാൻ പരിസ്ഥിതി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വന്യജീവി വിഭാഗത്തിൽപ്പെടുന്ന റെഡ് ഫോക്സിനെ കാട്ടിലേക്ക് മാറ്റിയത്. ഇതിന്റെ ദൃശ്യങ്ങളും പരിസ്ഥിതി അതോറിറ്റി പുറത്തുവിട്ടു. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് അധികൃതർ റെഡ് ഫോക്സിനെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ അയച്ചത്. ഒമാന്റെ സംരക്ഷിത വനമേഖലയിലും നാച്ചുറൽ റിസർവുകളിലും റെഡ് ഫോക്സിനെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവയെ സംരക്ഷിക്കുന്നതിന് അധികൃതർ പ്രത്യേകം നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സൊഹർ ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീ ഉയർത്താനുള്ള നീക്കത്തിൽ നിന്നും മാനേജ്മെന്റ് കമ്മിറ്റി പിന്മാറണമെന്ന് ICF ഒമാൻ നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രക്ഷിതാക്കളുടെ അമിത സാമ്പത്തിക ഭാരം വരുത്തുന്നതാണ് ഫീസ് വർധനവ്. കുടുംബ ബജറ്റ് തന്നെ താളം തെറ്റിക്കുന്ന ഇത്തരം നീക്കങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാക്കും. നിലവിൽ ഈടാക്കുന്ന ഫീസ് നിരക്ക് തന്നെ ഉയർന്നതാണ്. മറ്റ് ഫീസുകളും ചെലവുകളും വേറെയും കണ്ടെത്തേണ്ടി വരുന്നു. കച്ചവട സ്ഥാപനങ്ങളും സംരംഭങ്ങളും മറ്റും നിലനിൽപ്പ് തന്നെ ഭീഷണിയുണ്ടാക്കുന്ന വിധം ശമ്പളവും ആനുകൂല്യവും വെട്ടിക്കുറയ്ക്കുകയും വേതനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന രക്ഷിതാക്കൾക്ക് ഇരുട്ടടിയാകും വിധത്തിലാണ് ഇന്ത്യൻ സ്കൂളുകളിലെ ഫീസ് വർധനവ്. ഈ സാഹചര്യത്തിൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മരവിപ്പിക്കണമെന്നും ഇതിനാവശ്യമായ നടപടികൾ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് സ്വീകരിക്കണമെന്നും ICF ഒമാൻ നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിസ മെഡിക്കൽ സേവനങ്ങൾക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള സമയം ആരോഗ്യ മന്ത്രാലയം പുനർനിർണയിച്ചു. രാവിലെ 7:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇനി സാമ്പിൾ ശേഖരിക്കാൻ സാധിക്കുക. ലബോറട്ടറി പരിശോധനയ്ക്കായി ആരോഗ്യ മന്ത്രാലയത്തിൽ സാമ്പിളുകൾ അയക്കുന്നതിനുള്ള സമയം രാവിലെ 7:30നും 10 മണിക്കും ഇടയിലായും നിർണയിച്ചു. നേരത്തെ രാത്രി വൈകി ഉൾപ്പെടെ വിസ മെഡിക്കൽ സ്ഥാപനങ്ങളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും വിസ മെഡിക്കലിനാവശ്യമായ രക്ത സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. CDCയിൽ ലബോറട്ടറി പരിശോധനയ്ക്ക് നൽകുന്നതിനും കൂടുതൽ സമയം അനുവദിച്ചിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ വിസ മെഡിക്കൽ സേവനങ്ങൾ ഇനി പകൽ സമയം മാത്രമായിരിക്കും. പുതിയ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് നിർദ്ദേശങ്ങളുടെ ലംഘനമായി കണക്കാക്കുമെന്നും സ്ഥാപനത്തെ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നും ആരോഗ്യ മന്ത്രാലയം വിസ മെഡിക്കൽ കേന്ദ്രങ്ങൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നൽകിയ നിർദ്ദേശങ്ങളിൽ അറിയിച്ചു. അതേസമയം ഒമാനിൽ വിദേശികളുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുമ്പോൾ വിസ മെഡിക്കലിന് നിലവിൽ 3-ൽ കൂടുതൽ ദിവസം ആവശ്യമാണ്. പുതിയ നിർദ്ദേശങ്ങൾ കൂടി വരുമ്പോൾ അനുവദിച്ച സമയങ്ങളിൽ തന്നെ സാമ്പിളുകൾ നൽകിയില്ലെങ്കിൽ റിപ്പോർട്ട് ലഭിക്കുന്നതിന് വീണ്ടും കാലതാമസമുണ്ടാകും. 3 മുതൽ 5 വരെ പ്രവൃത്തി ദിവസങ്ങൾ നിലവിൽ വിസ മെഡിക്കൽ റിപ്പോർട്ടിനായി സമയമെടുക്കുന്നുണ്ട്. നേരത്തെ 24 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ റിപ്പോർട്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭ്യമാക്കിയിരുന്നു. വിസ മെഡിക്കൽ കൂടുതൽ സുതാര്യമാക്കുകയും പരിശോധനകൾ സൂക്ഷ്മമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ അധികൃതർ വിവിധ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകളും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ച കൂടിയാണ് മെഡിക്കൽ റിപ്പോർട്ടിലെ കാലതാമസവും സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് പ്രത്യേക സമയവും നിശ്ചയിച്ചിരിക്കുന്നതും. അതേസമയം ഒമാനിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും വിസ മെഡിക്കലിന് ലാറ്റന്റ് ട്യൂബർകുലോസിസ് പരിശോധന അടുത്തിടെയാണ് നിർബന്ധമാക്കിയത്. ആളുകളിൽ മറഞ്ഞിരിക്കുന്ന TBയെ പരിശോധനയിൽ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ പുതിയ വിസയ്ക്കും വിസ പുതുക്കുമ്പോഴും മെഡിക്കൽ പരിശോധനയ്ക്കുള്ള നിരക്ക് ആരോഗ്യ മന്ത്രാലയം നേരത്തെ ഏകീകരിച്ചിരുന്നു.
നിലവിൽ 30 റിയാലാണ് വിസ മെഡിക്കലിന് ചെലവ് വരുന്നത്. മെഡിക്കൽ എടുക്കുന്നതിനുള്ള അപേക്ഷ സനത് സെന്ററുകൾ വഴി സമർപ്പിക്കണം. അതിനുശേഷം അംഗീകൃത സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെത്തി വിസ മെഡിക്കൽ പരിശോധന നടത്താം. ഇവിടെ പ്രത്യേകം തുക അടയ്ക്കേണ്ടതില്ല. TB പരിശോധനയും ഇതിൽ ഉൾപ്പെടും. പരിശോധന കഴിഞ്ഞ് 3 മുതൽ 5 ദിവസത്തിനകം ഫലം ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭ്യമാക്കും. നേരത്തെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രത്യേകം നിരക്ക് ഇതിനായി ഈടാക്കിയിരുന്നു. പല സ്ഥാപനങ്ങളിലും വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കിയിരുന്നത്. അതേസമയം വിസ പുതുക്കുന്നവർ നേരത്തെ തന്നെ മെഡിക്കലിനുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമെന്നും രാവിലെ 7:30 വൈകിട്ട് 5 മണിക്ക് മുമ്പായി സാമ്പിളുകൾ നൽകണമെന്നും വിസ മെഡിക്കൽ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടു. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ വാദി ബനി ഖാലിദ് വിലായത്തിൽ മലക്കയറ്റത്തിനിടെ വീണ് ഒരാൾക്ക് പരിക്കേറ്റു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി റെസ്ക്യൂ ടീം സംഭവസ്ഥലത്തെത്തി ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റയാൾക്ക് അടിയന്തര വൈദ്യസഹായവും നൽകി. തുടർന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. അഴിമതിരഹിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാൻ സ്ഥാനം മെച്ചപ്പെടുത്തി. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിന്റെ 2024 റിപ്പോർട്ടിലാണ് ഒമാൻ റാങ്കിംഗ് നില മെച്ചപ്പെടുത്തിയത്. 180 രാജ്യങ്ങൾക്കിടയിൽ 20 സ്ഥാനങ്ങൾ മുന്നേറി ആഗോളതലത്തിൽ 50-ാം സ്ഥാനത്തെത്തി. അറബ് ലോകത്ത് 4-ാം സ്ഥാനത്തുമാണ്. 2023 70-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒമാനായിരുന്നു. ഒമാന്റെ സ്കോർ 12 പോയിന്റ് വർദ്ധിച്ചു. 2023 43-ൽ നിന്നും 2024 55-ആയി. 6 ആഗോള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ലോകമെമ്പാടുമുള്ള പൊതുമേഖലാ അഴിമതിയുടെ തോത് CPI അളക്കുന്നത്. ഭരണത്തിൽ പ്രത്യേകിച്ച് പൊതുഫണ്ടുകൾ സംരക്ഷിക്കുന്നതിലും അവയുടെ കാര്യക്ഷമമായ ഉപയോഗം മെച്ചപ്പെടുത്തുന്നതിലും സമഗ്രത വളർത്തുന്നതിലും അന്താരാഷ്ട്ര മികച്ച രീതികൾ സ്വീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുമാണ് ഒമാന്റെ നേട്ടം തുറന്നു കാണിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.